ഗൈസ് അപ്പൊ നല്ല പോത്തിന് നല്ല പതപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല കുരുമുളക് കിട്ടി പിന്നെ അങ്ങോട്ട് വരട്ടി അടിക്കാൻ പോവാൻ ഒരു ഭാഗമാണിത്. പതപ്പ് നമ്മൾ ഇതുണ്ടോ അടിപൊളി സാധനം. ഓ എന്റെ പൊന്നോ. അതെ ഇവിടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ് അപ്പൊ ഞങ്ങൾ അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം എന്താണ് ഗൈസ് അപ്പൊ ഞങ്ങൾ നല്ല വെള്ളാരി പോയി എമണ്ട പദപ്പെടുത്തുന്നത്. അത് നല്ല കുരുമുളക് കിട്ടാൻ കൊണ്ട് വരട്ടി അടിക്കാൻ വേണ്ടി പോവാണ്. ആണല്ലേ? അതെ, നമ്മള് വീഡിയോ ചെയ്യാത്തൊരു ഐറ്റം ആണ്, ഒരു വെറൈറ്റി ഐറ്റം ആണ്. 1-2-3 വട്ടം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മേടിച്ചല്ലേ? അതെ, മേടിച്ചതാണ്. അതെ, പുതിയൊരാളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോക്ക്. ആദ്യമായിട്ട് വന്ന അതിഥിയാണ്, ഞങ്ങളുടെ അനിയനാണ്. പേര് പറ. ആര്യൻ. ഞാൻ നമ്മുടെ അല്ലുപ്പനൊക്കെ വേണം പറ്റിയടാ. പരീക്ഷയ്ക്കൊക്കെ പോയിട്ട് പഠിക്കുക എഴുതുന്നുണ്ടോ? പരീക്ഷ എഴുതായിരുന്നോ? ജയിക്കും അല്ലേ? അവൻ അവന്റെ ക്ലാസ് ഫസ്റ്റ് ആയി. ചുമ്മാ കളിയാക്കുവാണ്. ഗൈസ് അപ്പൊ അമ്മ ഇവിടെ ഇരിപ്പാണ് കേട്ടോ. അമ്മ ഇപ്പൊ എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്. കൈയുടെ നീരെല്ലാം കുറഞ്ഞ എല്ലാം റെഡി ആയിട്ടുണ്ട്. മുറിവും കരിഞ്ഞ് ഒരുമാതിരി എല്ലാം റെഡി ആയില്ലേ മേ? റെസ്റ്റ് ആണെന്നാലും കൈപ്പടി ഒന്നും പരിപാടിയൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നും ഇല്ല. കുറച്ചുകൂടെ കരിയാനുണ്ട്. കാണിക്കണ്ട, പേടിക്കും എല്ലാരും. റെസ്റ്റ് ആണ്. രേശു ആണെങ്കിൽ അകത്തുണ്ട് കേട്ടോ. അവളും റെസ്റ്റ് ആണ്. അവൾക്ക് വയ്യ, അവൾക്ക് തലകറക്കം ഒക്കെ. അതുകൊണ്ട് അവള് അകത്ത് റെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളു. അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം സ്കൂളിൽ പോയിക്കോ അല്ലടാ. പിള്ളേരെല്ലാം നേരത്തെ വരുവാണെങ്കിൽ അവന്മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യലടാ. കുറച്ച് പേര് സ്വാമിമാരാണ്. അവന്മാരപ്പുറത്ത് മലയ്ക്ക് പോകുന്നതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് പേരും ഇല്ല. ഗൈസ് അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ട് ബോർ അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ? ഗൈസ് അപ്പൊ ഇതാണ് നമ്മളിന്ന് വരട്ടി അടിക്കാൻ പോകുന്ന നല്ല വെള്ളാരി പോത്തിന്റെ പതപ്പ് കേട്ടോ. നമ്മളിത് കുറെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വരെ ഇത് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്ന് ഈ പതപ്പ് നമ്മൾ ഇന്ന് വരട്ടി അടിക്കാൻ വേണ്ടി പോകും. നല്ല കുരുമുളക് കിട്ടി. അപ്പൊ ഇത് നല്ല പണിയുണ്ടല്ലോ. അയ്യോ കിടിലം പണിയുണ്ട്. ഇത് മൊത്തം വെട്ടി പീസാക്കണം ഇനി. ഗൈസ് അപ്പൊ ഇവനെ നമ്മളിന്ന് വെട്ടി വൃത്തിയാക്കിട്ട് വരാം കേട്ടോ. ഗൈസ് അപ്പൊ നമ്മൾ ഈ പതപ്പ് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടി പോകും കേട്ടോ. ഓക്കെ 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 ഓക്കെ. അതിപ്പോ ആദ്യമേ നമ്മൾ വേണ്ട ഈ ഇതെല്ലാം എൻ്റെ ഇവിടെ ഇങ്ങനെ വെട്ടി 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 നമ്മൾ സെപ്പറേറ്റ് ആക്കണം കേട്ടോ. നമ്മുടെ പുറ്റാത്തേക്ക് മൂർച്ചയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? മുറിയുന്നില്ല. ഇവന് ഇഷ്ടമുള്ള അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമല്ലേ? അതെ, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് ഇത്. പക്ഷേ നീ കുറെ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടോ? ഞാനും കുറെ പ്രാവശ്യം പണ്ട് കഴിച്ചിട്ടുണ്ട്. അതെ, കഴിച്ചേ. ഒരു ഭാഗമാണിത്. ആയിരിക്കില്ലേ? നല്ല കനമുള്ള സാധനമാണ്. നല്ല കനമുള്ള സാധനമാണിത്. നല്ലത് വെച്ച് വരുമ്പോഴത്തേനും ഗൈസ് അപ്പൊ ഇത് നല്ലോണം കറി അങ്ങോട്ട് വരട്ടി എടുക്കുമ്പോഴേ നല്ല നമ്മുടെ കരളില്ലേ, നല്ല പോത്തിന്റെ കരൾ വെക്കുന്ന പോലെ ആയിരിക്കും. കിടിലനായിരിക്കും. കിടില സാധനം അല്ലേ? അതിന് നമുക്ക് പീസാക്കി ഇടാം. ഗൈസ് നമ്മുടെ പതപ്പൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയുള്ള പീസൊക്കെ ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അതെ, നല്ല വലിയ പീസാക്കി വലിയ പീസായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഗൈസ് അപ്പൊ നമ്മുടെ പതപ്പെല്ലാം വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ പാചകത്തിലേക്ക് പോവാം. ഗൈസ് അപ്പൊ നമ്മൾ പാചകത്തിലേക്ക് പോകണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഓക്കെ. ഇട്ടോ ഇസപ്പോ നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇഞ്ചി വെളുത്തിട്ടോ കേടാ. കലക്കം കൊണ്ട് ഒരു മണം വരുന്നില്ലേ? അപ്പം എന്താ മണോ? എന്താ മണോ പറ? ഇഞ്ചിയുടെ മണം. ഇഞ്ചിയുടെ മണം. ഇഞ്ചി മൂത്ത് വരുന്നതിന്റെ മണമാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് മൂപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്തതിന് നമുക്ക് സവാള അല്ലേ? ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള എടുക്കും അല്ലേ? സവാള ഇടും. എന്താ ഒരു കവർ സവാളയോ? നമ്മള് സവാള, നാടൻ സവാള അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയോട് ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഇട്ടോ.
ഓ അതെ നമ്മുടെ മസാല എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്ന് മൂത്ത് വരട്ടെ മസാലകളെല്ലാം കൂടെ അങ്ങോട്ട്. അല്ലടാ? അതെ അതെ. അതെ. കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാവേ. കൈസ് അപ്പം വേണ്ടേ അടുത്ത മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് നമ്മള്. ഉണ്ടോ? ഉണ്ട്. അത് മസാല എല്ലാം ഇട്ടോണ്ട് കേട്ടോ. പച്ച തണ്ണി കല്ലുപ്പങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. നമുക്ക് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒക്കെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമ്മളെ പതപ്പ് അങ്ങോട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ ഇറക്ക്. ഗൈസ് അപ്പൊ നല്ല തിളക്കുന്ന ചാറിലോട്ട് പതപ്പ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണേ. ഗൈസ് അപ്പൊ നമ്മുടെ പതപ്പ് അങ്ങോട്ട് നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ആക്കണം ഒന്ന്. ഇതിനകത്ത് ഇത് വെള്ളം ഇറങ്ങാനുണ്ട്. എന്താ ഇതിനകത്ത് വെള്ളം ഇറങ്ങാനുണ്ട്. നല്ലോണം വെള്ളം ഇതിനകത്ത് പിടിക്കുന്നുണ്ട്. അതെ കഴുകിയപ്പോഴത്തേന് അതെ നല്ലപോലെ വെള്ളം ഇറങ്ങാനുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴത്തേന് ഇതിനകത്ത് വെള്ളം തന്നെ ഇറങ്ങിക്കോളും. ഓക്കെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് കൂടെ. നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ കുറച്ച് കുരുമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൊടിച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ പിന്നെ കുറച്ച് പൊടിച്ച മസാല ഇട്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ ഇച്ചിരി എരിവ് കുറവ്, കുറച്ച് മുളക്, അതായത് കുരുമുളക് അങ്ങോട്ട് ഇട്ടുകൊടുക്കല്ലേ. ഇതിന് വേറൊരു എരിവായിരിക്കും. അതെ ഇപ്പൊ ഓൾറെഡി അത് പറ്റി സെറ്റ് ആയിട്ടുണ്ടല്ലോ വെന്തില്ലേ. ഇതൊന്ന് വരട്ടി എടുക്കണം അല്ലേ? വരട്ടി എടുക്കണത്. വരട്ടി എടുക്കണം കേട്ടോ. അവിടെ മൈച്ചരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മൈച്ച അതിന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. പൊളിയല്ലേ? പരീക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ജയിക്കോ? പറ ഏതായിരുന്നു പരീക്ഷ? ഏതായിരുന്നു? ഇംഗ്ലീഷ്. അത് ശരി, ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് 2 വാക്ക് പറഞ്ഞു എന്നെ കുറിച്ച് എന്തെങ്കിലും പറ ഇംഗ്ലീഷിൽ. What is this? Kannanjan is a very pro player and ultimate legend and legendary Sanian is a Kannanjan and Unnichatan of the അത്രേ ഉള്ളൂ. the surface. ഓ എന്താ നീ പറഞ്ഞ എന്നെ കുറിച്ച്? ഗൈസ് അപ്പൊ ഇന്നത്തെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ അടിപൊളി സാധനം അല്ലടാ? അടിപൊളി സാധനം. ഓ അടിപൊളി പൊളി. അതെ ഗൈസ് ഒരു രസയില്ല കേട്ടോ. അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് പേരണ്ട് അങ്ങോട്ട് വാങ്ങുന്നുണ്ട് അല്ലടാ? അതെ സൂപ്പർ മണമാണ്, നല്ല മണം വരുന്നുണ്ട്. സൂപ്പറാണ്, നല്ല കുരുമുളകിന്റെ മണം വരുന്നുണ്ട്. സൂപ്പറാണ്. അകർക്കൊന്ന് അത്രേ ഉള്ളു. പൊളി സാധനം. അതെ എന്തോ മോളാണ് ഈ വരുന്നത്. എന്തോ മോളാണ് ഈ വരുന്നത്. നല്ല മണമാണോ? സെറ്റ് മണമല്ലേ? അങ്ങോട്ട് കോരി ഇങ്ങോട്ട് കാണിച്ചടേ. നിങ്ങളുടെ കോരി കാണിച്ചു തന്നു. ഇത് കണ്ടോ അടിപൊളി സാധനം. ഓ എന്റെ പൊന്നോ പൊളി സാധനം കേട്ടോ. അപ്പൊ ഇത് കാണിച്ച അത്രേ ഉള്ളു കേട്ടോ. അത്രേ ഉള്ളു അടിപൊളി. എടാ ഇറക്കാം താത്ത് നോക്കാം. കഴിച്ചാലോടാ? കഴിക്കാം. ഗൈസ് അപ്പൊ നമ്മുടെ പതപ്പൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കഴിക്കാനുള്ള പ്ലാനാണ്. നമ്മുടെ പിള്ളേരെല്ലാം വെയിറ്റിംഗ് ആണ്. സമയം കുറെ ഒരുപാട് ഇത്തിരി വൈകി അല്ലേ? അതെ അതെ അതെ. അപ്പൊ കഴിക്കണ്ടേ? സീനല്ലേ? ഇങ്ങോട്ട് നീക്കല്ലാരും കാണത്തെ നിങ്ങളാരും. അപ്പൊ അതേപോലെ നല്ല പൊറോട്ട ഉണ്ട്. ചൂട് പൊറോട്ട ആയിരുന്നു, ഇപ്പൊ തണുത്തിട്ടുണ്ട്. കോരോ വാ. ഓ ഗൈസ് അപ്പൊ ഒരു രസയില്ല കേട്ടോ. അപ്പൊ അതെ നമ്മുടെ പതപ്പൊക്കെ ഇങ്ങോട്ട് കോഴി അങ്ങോട്ട് ഇടും കേട്ടോ. ഇത് കണ്ടോ എന്താടാ കൊതി വരുന്നു? ഇതേപോലെ എല്ലാരും ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ബാക്കി എല്ലാരും പോയി. അവിടെ നമ്മുടെ അസാഫ് മലയ്ക്ക് പോകുന്നുണ്ട്. എല്ലാരും പോയി അങ്ങോട്ട് കേട്ടോ. ഞങ്ങൾ ഇനി കഴിച്ചിട്ട് നീ പോണം. കെട്ടുന്നവയായിരുന്നു. അപ്പൊ ഓക്കെ അല്ലേ?
ടേസ്റ്റ് ചെയ്ത് നോക്കാല്ലേ. അപ്പൊ എല്ലാരും ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുവാണല്ലോ. കഴിച്ചു നോക്കാലോ. കഴിക്കുന്നൊക്കെ കഴിച്ചു കൊതിപ്പിച്ച് കഴിക്കണേ. മൈസ ഗ്രേവിയിലോട്ട് അങ്ങോട്ട് പെരട്ടിയിട്ട് ഇച്ചിരി ഗ്രേവി അല്ലേ? ആ എട്. അതെ എങ്ങോട്ടാ എന്താ അടുത്ത് കഷ്ണം എടുത്ത് കഴിച്ചാലും അല്ലോ പോളിയല്ലേ? ഓ എങ്ങോട്ടോ ടേസ്റ്റ്? ടേസ്റ്റ് അപ്പൊ അമ്മ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ എങ്ങനെയുണ്ട് അമ്മേ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? എല്ലാ ടേസ്റ്റും ഉണ്ടല്ലേ? എല്ലാ അമ്മമാരും ഇതേ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അടിച്ച് മാറിയാണോ? ഇത്രയേ ഉള്ളൂ. സൂപ്പർ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അല്ലാണ്ട് ഇമാരി തന്നെ മൊത്തം സീനായിക്കൊണ്ടിരിക്കുക. നേരെ നല്ല അങ്ങോട്ട് ഇതേ ഗ്രേവി അങ്ങോട്ട് പെരട്ടുക. അതായത് പീസ് അങ്ങോട്ട് എടുക്കുക. ഉണ്ട് കിടക്കാൻ സാധനമല്ലേ? ഉണ്ട് പൊളിയല്ലേ? അപ്പൊ എല്ലാരും കൂടെ കഴിച്ചോണ്ടിരിക്കണം കേട്ടോ. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു പോകാം കേട്ടോ. അപ്പൊ അതെ ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ ഇച്ചിരി പൊറോട്ടയൊക്കെ എടുക്കുന്നുണ്ടോ. ഇവിടെ ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ആഹാ കൈസ് അപ്പം ഒരു രസയിലോട്ടോ. അടിപൊളി സാധനം. ഇമാര് പറഞ്ഞിട്ട് നല്ല കുറച്ച് എരിവ് ഉണ്ട് കേട്ടോ കുരുമുളക് ചേട്ടാ. അപ്പൊ ഇത് വെക്കുമ്പോ ഇച്ചിരി കുരുമുളക് കൊണ്ടേ രസമുള്ളൂ കേട്ടോ. അതെ അടിപൊളി സാധനം അല്ലേടാ? എടുക്കുന്ന സാധനം അല്ലേ? എങ്ങോട്ടാ സെറ്റ് സാധനം അല്ലേ? അപ്പൊ എങ്ങോട്ടാ? ആ ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാരും പെട്ടെന്ന് കഴിച്ച് തീർത്തില്ലടാ. സൂപ്പർ ഫണ്ടാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക്. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. പൊളി സാധനമായിരുന്നല്ലേ? എങ്ങോട്ടാ? കുരുമുളക് അത് ആ ഗ്രേവി സീനായിരുന്നു. പൊറോട്ടയും കൂടെ ഇറക്കിയിട്ടൊരു പിടി. അതെ പൊളി സാധനം അല്ലേ ഗൈസ്? അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ അസാഫിന്റെ കെട്ടുമുറി കാണാൻ ഇന്ന് ശബരിമലയ്ക്ക് പോവാണ്. അപ്പൊ അപ്പുറത്ത് കെട്ടുമുറിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ആവും. ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് ശടപടാന്ന് കഴിച്ചങ്ങ് തീർത്ത് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്തായാലും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തി ഉണ്ടാക്കുന്നുണ്ടെന്നില്ലേ? മന്തി ഞങ്ങൾ അതെ പിള്ളേരെ പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടോ. മന്തി ബിരിയാണി എല്ലാ ഇമാർക്കും വെച്ച് കൊടുക്കും കേട്ടോ അല്ലേ? അപ്പം എന്തായാലും പറഞ്ഞ് അങ്ങോട്ട് നേടുന്നില്ല. ഞങ്ങൾ എന്തായാലും പോവാണ് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ പരിപാടി തുടങ്ങാറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.